മാമരിയേ എന്നീശോ ആണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ, എന്നെ ചേർക്കണമേ, എന്നെ ചേർക്കണമേ. പ്രാർത്ഥനയോടെ കരങ്ങൾ കുപ്പി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക്, ഈശോ കൂടെയായിരുന്ന പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. അമ്മ മാതാവ് ഈശോയുടെ പക്കലേക്ക് നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് നയിക്കും. തീർച്ചയായും വിമല സങ്കേതം 5-ാം ദിനത്തിലെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ ഒരുങ്ങുമ്പോൾ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചോ. ഇന്നിൻ്റെ പ്രാർത്ഥന നിയോഗങ്ങളെ മനസ്സിലൊന്നോർത്തേ. നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഭവനങ്ങളിൽ നിന്നും വിദൂരങ്ങളിലായിരിക്കുന്നവരെ എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. അമ്മ ഈശോയിലേക്ക് നമ്മളെ തീർച്ചയായും അടുപ്പിക്കും, യാതൊരു സംശയവുമില്ല. ആ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഏറ്റവും അനുഗ്രഹപൂരിതമായ ഇന്നിൻ്റെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 തിരുവചനങ്ങൾ. ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു കൽപ്പന നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, വിമല സങ്കേതം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിൻ്റെ 5-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ ദിനങ്ങളിലൂടെ തമ്പുരാൻ നമ്മളെ നയിക്കുകയായിരുന്നു. വചനത്തിലൂടെ, ദിവികാരുണ്യ ആരാധനയിലൂടെ, പ്രാർത്ഥനകളിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളെ ലോകാരൂപിയിൽ നിന്നും തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും എങ്ങനെ നമുക്ക് മോചനം പ്രാപിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിനങ്ങളിൽ നാം കാണുകയായിരുന്നു. ഈശോയെ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ദിവസത്തിൻ്റെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന നിയോഗം ഒന്ന് മനസ്സിൽ ഓർക്കാം. അത് നിയോഗമായിട്ട് ഇങ്ങോട്ട് അയച്ചു തരാം. ഇവിടുത്തെ ദിവികാരുണ്യ ആരാധനയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിയോഗങ്ങൾ മനസ്സിലോർത്ത് ഈശോയെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ അമ്മയെ മധ്യസ്ഥ അപേക്ഷിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മളിന്ന് ധ്യാനിക്കുന്ന വചനം, നമ്മൾ ശ്രവിച്ച വചനം തന്നെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-34-35 വാക്യങ്ങൾ. പുതിയൊരു കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. പരസ്പര സ്നേഹത്തിൽ, സഹോദര സ്നേഹത്തിൽ, സഹോദര ബന്ധങ്ങളിൽ, കൂട്ടായ്മയിൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മൾ ഇന്നലെ നമ്മുടെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച്, ദാമ്പത്യ ബന്ധങ്ങളെക്കുറിച്ച് കണ്ടു. ഇന്ന് സഹോദര ബന്ധങ്ങളെക്കുറിച്ച്, ആ ബന്ധത്തിൻ്റെ മേഖലയിൽ എങ്ങനെ ദൈവകൃപയിൽ മുന്നേറുവാനായിട്ട് സാധിക്കും, അതിനെ തകർക്കുന്ന തിന്മയുടെ വഴികളെ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ പറ്റും, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ യാചിക്കുന്നു. ദൈവം ആദ്യ സഹോദരനായ കായേനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കായേനും ആബേലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ബലിയർപ്പിച്ചു. ആ ബലിയർപ്പണം, ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിച്ചു, കായേൻ്റെ ബലി ദൈവം സ്വീകരിച്ചില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവം തൻ്റെ കൃപകളാൽ, അനുഗ്രഹങ്ങളാൽ ചേർത്ത് പിടിച്ച ഇളയ അനുജനെ കായേൻ കൊല്ലുകയാണ്. ഈ സന്ദർഭത്തിൽ ദൈവം കായേനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 9-ാം തിരുവചനം. കർത്താവ് കായേനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെ? നിന്റെ സഹോദരൻ എവിടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ ആ ചോദ്യത്തിന് ഒരു മറുചോദ്യമായിട്ടാണ് ഉത്തരം പറയുന്നത്. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണ്. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണ്. പ്രിയപ്പെട്ട കുഞ്ഞനുജനെ വകവരുത്തിയിട്ടും
ഇതാ യാതൊരു അസ്വസ്ഥതകളുമില്ലാതെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന കയീൻ. ബൈബിളിൻ്റെ താളുകൾ മറിക്കുമ്പോൾ വീണ്ടും നമ്മൾ കണ്ടെത്തുന്നു മറ്റൊരു വ്യക്തിയെ, മോശയെ. ഇസ്രായേൽ സമൂഹം ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന കാലഘട്ടം. ഇസ്രായേൽ സമൂഹത്തിനുണ്ടാകുന്ന ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയണമെന്ന നിയമം നിലനിൽക്കുമ്പോൾ ഇതാ മോശയുടെ മാതാപിതാക്കൾക്ക് മോശ ജനിക്കുകയും തങ്ങളുടെ പിഞ്ചോമനെ കൊന്നുകളയുവാനായിട്ട് അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ആരും അറിയാതെ, ആരോടും പറയാതെ ഈ കുഞ്ഞിനെ അവർ വളർത്തുകയാണ്. പക്ഷെ നമുക്കറിയാം, കുഞ്ഞിൻ്റെ വളർച്ച അത് മറ്റുള്ളവർ അറിയും. കുഞ്ഞൽപ്പം വളർന്നു കഴിഞ്ഞപ്പോൾ ഇതാ ഇതിനെക്കുറിച്ച് മറ്റുള്ളവരറിഞ്ഞാൽ, ഈജിപ്തിലെ ഭരണാധികാരികൾ അറിഞ്ഞാൽ ഈ കുഞ്ഞിനെയും കൊല്ലും, തങ്ങളെയും കൊല്ലും എന്ന് തിരിച്ചറിഞ്ഞ് മോശയുടെ മാതാപിതാക്കൾ ഇതാ ഒരു കൊച്ചു പേടകമുണ്ടാക്കി മോശയെ നദിയിലൊഴുക്കി വിടുകയാണ്. മോശയെ നദിയിലൊഴുക്കി വിടുമ്പോൾ ഇതാ മോശയുടെ ജീവിതത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിക്കൊണ്ട് നദിയുടെ തീരത്ത് നിന്നും നോക്കി നിൽക്കുന്ന മോശയുടെ ജ്യേഷ്ഠ സഹോദരിയെ ബൈബിളിൽ നാം കാണുകയാണ്. മോശയുടെ ജ്യേഷ്ഠ സഹോദരി ഇതാ അവിടെയുണ്ട്. ഫറവോയുടെ പുത്രിയും തോഴിമാരും നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊച്ചു പേടകത്തിൽ ഒഴുകി വരുന്ന കോമളനായ കുഞ്ഞിനെ കാണുന്നു. കൗതുകത്തോടെ ആ കുഞ്ഞിനെ അവൾ എടുക്കുന്നു. ഈ സന്ദർഭം നോക്കിക്കൊണ്ട് മോശയുടെ സഹോദരി, ജ്യേഷ്ഠ സഹോദരി ഫറവോയുടെ പുത്രിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഈ കുഞ്ഞിനെ പാലൂട്ടി വളർത്തുവാൻ ഞാനൊരു ഹെബ്രായ സ്ത്രീയെ കൊണ്ടുവരട്ടെ? തൻ്റെ കുഞ്ഞനുജനെ വീട്ടിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കിട്ടിയൊരവസരം. ഫറവോയുടെ പുത്രിയോട് ചോദിക്കുകയാണ്, ഈ കുഞ്ഞിനെ പാലൂട്ടി വളർത്തുവാൻ ഞാനൊരു ഹെബ്രായ സ്ത്രീയെ കൊണ്ടുവരട്ടെ? പ്രിയമുള്ളവരെ, അവളിതാ വിട്ടിപ്പോയി തൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരുന്നു. കുഞ്ഞനുജനെയും കൂട്ടിക്കൊണ്ട് ഇതാ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ചിത്രം. ചരിത്രത്തിൻ്റെ താളുകളിൽ ഇസ്രായേൽ സമൂഹത്തിൻ്റെ സമുന്നതനായ നേതാവായി, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ സമൂഹത്തെ വിമോചിപ്പിച്ച സമുന്നതനായ നേതാവായി മോശ നിലകൊള്ളുമ്പോൾ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ നിന്നും സ്വന്തം സഹോദരനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന കാവൽക്കാരിയായി മോശയുടെ സഹോദരി അതിൻ്റെ പിന്നാമ്പുറങ്ങളിലുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയട്ടെ. പ്രിയമുള്ളവരെ, ആരാണ് യഥാർത്ഥ സഹോദരൻ? ആരാണ് യഥാർത്ഥ സഹോദരി? മോശയുടെ സഹോദരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. കൂടെയുള്ളവരുടെ ജീവിതത്തിലെ സങ്കടങ്ങളിൽ, വേദനകളിൽ, നൊമ്പരങ്ങളിൽ ആശ്വാസം പകരുന്നവരാകണം. അവരെ ചേർത്ത് പിടിക്കുന്നവരാകണം. പ്രിയമുള്ളവരെ, അവിടെയാണ് ദൈവം ആഗ്രഹിക്കുന്ന സഹോദര സ്നേഹം നമ്മളിൽ രൂപപ്പെടേണ്ടത്. നമ്മുടെ വ്യക്തി താല്പര്യങ്ങളുടെ പിന്നാലെ പോയി സ്വാർത്ഥതയുടെ പിന്നാലെ പോകുമ്പോൾ ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. കയനിത ദുർമോഹമ തൻ്റെ സഹോദരൻ്റെ ബലിയിൽ സംപ്രീതനായ ദൈവം ഇതാ സഹോദരനെ അവൻ വകവരുത്തുകയാണ് അവൻ്റെ ബലി സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവ സാന്നിധ്യം, ദൈവ സ്നേഹം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഞാൻ വലിയവനാണ്, എന്നെക്കൊണ്ടെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും, എനിക്ക് മറ്റാരുടെയും സഹായം ആവശ്യമില്ല, മറ്റാരുടെയും സഹകരണം എനിക്ക് ആവശ്യമില്ല, ഞാൻ മറ്റാരുമായിട്ടും യാതൊരു വിധത്തിലും ബന്ധപ്പെട്ട് നിൽക്കേണ്ട ഒരാവശ്യമില്ല എന്നുള്ള ചിന്തകളിലേക്ക് നമ്മൾ കടന്നു വരും. പ്രിയമുള്ളവരെ, സുവിശേഷത്തിലെ ഈശോ നമ്മളോട് പറയുക, ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് സഹോദര സ്നേഹത്താൽ നിറയപ്പെടേണ്ട ജീവിതമാണ്. ദൈവകൽപ്പനകളെ, മോശയ്ക്ക് നൽകിയ പ്രമാണങ്ങളെ സ്നേഹത്തിൻ്റെ 2 കൽപ്പനയാക്കി ഈശോ ചുരുക്കുമ്പോൾ അതിൽ ഈശോ കൊടുത്തൊരു പ്രാധാന്യം ഇതാ, എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും. ആരാണ് എൻ്റെ അയൽക്കാരൻ? അല്ലെങ്കിൽ എനിക്കെങ്ങനെ ഒരു നല്ല അയൽക്കാരനാകുവാൻ സാധിക്കും എന്ന ചോദ്യത്തിന് ദൈവം ഈശോയിലൂടെ, സുവിശേഷത്തിലൂടെ നമുക്ക് നൽകുന്ന മനോഹരമായൊരു ഉത്തരമുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നല്ല സമറിയാക്കാരൻ്റെ ഉപമയിലൂടെ.
ജീവിതത്തിൻ്റെ കൃപകളും സന്തോഷങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് ഇതാ അർദ്ധപ്രാണനായി വഴിയരികിൽ കിടക്കുന്നവനോട് കരുണ കാണിക്കുവാൻ പാകത്തിന് ആർദ്രതയുള്ള മനസ്സുമായി കടന്നു വന്ന നല്ല സമരായക്കാരനെ നോക്കി ഈശോ പറയുകയാണ്, നീയും പോയി അതുപോലെ ചെയ്യുവിൻ. അവനോട് കരുണയോടെ സ്നേഹത്തോടെ പെരുമാറുവാനായിട്ടുള്ള, കൂടെ വസിക്കുന്നവരോട് സ്നേഹത്തോടെ ആർദ്രതയോടെയൊക്കെ ഒന്ന് പെരുമാറാനായിട്ടുള്ള വലിയൊരു കൃപ, അഭിഷേകം പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്കിന്ന് യാചിക്കാം. നമ്മൾ ഈ വചനഭാഗത്തെക്കുറിച്ച് ധ്യാനിച്ചു പോകുമ്പോൾ പരിശുദ്ധ അമ്മ നൽകുന്ന മനോഹരമായ ഒരു ധ്യാന ചിന്തയുണ്ട് കേട്ടോ. ഈശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് ഇതാ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പരിശുദ്ധ അമ്മ യാത്ര ചെയ്യുക, ആർദ്രതയുള്ള ഒരു ഹൃദയവുമായിട്ട്. ആവശ്യവേളകളിൽ ഓടിയെത്തുന്ന സഹായ സാന്നിധ്യമായിട്ട് പരിശുദ്ധ അമ്മ പോകുമ്പോൾ ഓർക്കണം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, യേശുവിൻ്റെ സാന്നിധ്യം, ഇതാ പരിശുദ്ധ അമ്മയിലൂടെ യേശു സാന്നിധ്യം എലിസബത്തിൻ്റെ ജീവിതത്തെ അനുഗ്രഹപൂരിതമാക്കി രൂപാന്തരപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ വസിക്കുന്നവരെ സ്നേഹിക്കുവാൻ, കരുണയോടെ അവരോട് പെരുമാറുവാനുള്ള കൃപ നമ്മൾ ഈ ദിവസത്തെ ശുശ്രൂഷയിലൂടെ യാചിക്കുകയാണ്. അതിനെ നഷ്ടപ്പെടുത്തുന്ന അസൂയ, വെറുപ്പ്, പക, വിദ്വേഷം, ഞാനെന്ന മനോഭാവം ഓർക്കണം കേട്ടോ. നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ. നമ്മൾ നമ്മുടെ സ്വാർത്ഥ ചിന്തകൾ വെച്ചുകൊണ്ട് നേടിയെടുക്കണതൊന്നും നമ്മൾ കൊണ്ടുപോകില്ല. ലോകാരൂപിയുടെ സ്വാധീനമാണ്. എനിക്കെല്ലാം വേണം, എനിക്കെല്ലാം വേണം, കിട്ടിയത് കൊണ്ട് യാതൊരു സംതൃപ്തിയില്ല, എനിക്കിനിയും വേണം, കൂടുതൽ വേണം, ഇരട്ടി വേണം. മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്ന മനോഭാവമൊന്നുമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, കഴിഞ്ഞ തലമുറയിലൊക്കെ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ 5ഉം 6ഉം ഒക്കെ കുഞ്ഞുങ്ങളുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അപ്പൻ അല്ലെങ്കിൽ അമ്മ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഒരു മിഠായി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കുമായി പകുത്തു കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് വീട്ടിൽ ഒന്നോ കൂടിപ്പോയ 2 പിള്ളേരൊക്കെ ഉള്ളൂ, ഇല്ലേ? കിട്ടിയാൽ അത് മറ്റാർക്കും കൊടുക്കാതെ ഇനിയും എനിക്ക് വേണം വേണം എന്നുള്ള ചിന്തയില്ല. പ്രിയമുള്ളവരെ, പങ്കുവെപ്പിൻ്റെ സുവിശേഷമൊക്കെ എവിടെയോ നഷ്ടപ്പെട്ട ഒരു കാലം. ഓർക്കണോട്ടെ, നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. 6 അടി മണ്ണ് മാത്രമേ എനിക്കും നിങ്ങൾക്കൊക്കെ വേണ്ടുള്ളൂ. ഈ ലോക ജീവിതം കുറഞ്ഞ കാലഘട്ടമല്ലേ ഉള്ളൂ. നമ്മളൊക്കെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സഹോദരങ്ങളോടൊക്കെ ഒരുമിച്ച് ഒരുമയോടെ ജീവിക്കുമ്പോണ്ടല്ലോ വലിയ ദൈവാനുഗ്രഹം. അന്ത്യവിധിയിൽ തമ്പുരാൻ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാ, നീ എനിക്ക് എന്ത് ചെയ്തു? പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:40, എൻ്റെ ഈ ചെറിയ സഹോദരരിൽ ഒരുവന് നീ ചെയ്തപ്പോൾ അതെനിക്ക് തന്നെ ചെയ്തത്. എൻ്റെ ഏറ്റവും എളിയ സഹോദരരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തപ്പോൾ അതെനിക്ക് തന്നെയാണ് ചെയ്തത്. കൂടെയുള്ളവരെ സ്നേഹിക്കുന്ന, അവരോട് കരുണ കാണിക്കുന്ന നല്ലൊരു ജീവിതത്തിന് ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും ഉടമകളാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അതിനെ നഷ്ടപ്പെടുത്തുന്ന തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന്, അതായത് പാപത്തിൻ്റെ ദുരന്തഫലമാണ് ദൈവീക സാന്നിധ്യത്തിൻ്റെ കൃപയിൽ നിന്ന് നമ്മളെ അകറ്റുമ്പോൾ അത് കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നു, സഹോദര ബന്ധങ്ങൾ തകർക്കുന്നു, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഇടയിലുള്ള സ്നേഹത്തിൻ്റെ ബന്ധങ്ങൾ തകർക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, അല്പം കൂടെ കരുണയോടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അല്പം കൂടെ വിശുദ്ധിയിൽ, അല്പം കൂടെ കരുണയോടെ ജീവിക്കുവാനായിട്ട് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് കേട്ടോ. ആ ഒരു കരുണയുള്ള മനസ്സൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് എവിടെയൊക്കെയോ ഒന്ന് മൂടപ്പെട്ടു പോയതാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കൊച്ചു സംഭവം. പട്ടം കിട്ടിയിട്ട് ആദ്യത്തെ വർഷം ഞാനൊരു ഇടവകയിൽ കൊച്ചച്ഛനായിട്ട് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. അവിടെ കുട്ടികളുടെ ആദ്യ കുർബാന കൈക്കൊള്ളപ്പാട്. 10, 35, 40ഓളം കുഞ്ഞുങ്ങൾ ആദ്യ കുർബാന സ്വീകരിച്ചു. അപ്പം അവരിങ്ങനെ ഞങ്ങളെ വീടുകളിലേക്കൊക്കെ ക്ഷണിച്ചു. അപ്പം ഞങ്ങൾ കുറച്ച് പള്ളിയുടെ അടുത്തുള്ള ഏതാനും വീടുകളിലൊക്കെ ഒന്ന് പോവുക. എല്ലാ വീട്ടിലും പോകാൻ പറ്റില്ലല്ലോ. വികാരിയച്ഛനും ഞാനും ഒക്കെ മാറി മാറി പല വീടുകളിലേക്കും ഒന്ന് പോകുന്നു, അവരോടൊന്ന് സംസാരിക്കുന്നു, സ്നേഹത്തോടെ അവരോടൊപ്പം അല്പനേരം ചിലവഴിച്ചു പോരുന്ന ആ ദിവസം ഞാനൊരു വീട്ടിലേക്ക് കയറി ചെന്നു. അവിടെ വന്ന ബന്ധുക്കളൊക്കെ പോയി. വൈകുന്നേരം ഒരു 5 മണി നേരം ഏകദേശമാകുന്നു. ബന്ധുക്കളൊക്കെ ഒന്ന് പോയി.
വീട്ടിലെ കുർബാന സ്വീകരിച്ച കുഞ്ഞ്, മാതാപിതാക്കള്, വല്യപ്പച്ചന്, വല്യമ്മച്ച്, ഇത്രയും പേരാണ് ആ വീട്ടിലുള്ളത്. ബാക്കിയുള്ളവരെല്ലാവരും പോയി. അതിൽ കൊച്ചിൻ്റെ പപ്പ അവിടെയില്ല, അപ്പച്ചൻ അവിടെയില്ല. ഞാൻ അവരോടൊക്കെ സംസാരിച്ചു, ഒരു ചെറിയൊരു കാപ്പിയൊക്കെ കുടിച്ചൊന്ന് പ്രാർത്ഥിച്ച് പോരാൻ നേരത്ത് അല്പനേരം അപ്പച്ചനെ നോക്കി, കണ്ടില്ല. ഞാൻ പോരാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും ഈ ചേച്ചി വിളിച്ചു പറഞ്ഞിട്ടാണോ ചേട്ടൻ ഓടിപ്പിടിച്ച് വന്നു. അച്ഛാ, ഞാനൊരു സ്ഥലം വരെ പോയിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ പോരാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ ചേട്ടൻ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞച്ചാ, അതെ, ഇന്ന് കുഞ്ഞിൻ്റെ ആദ്യ കുർബാന കൈക്കൊള്ളപ്പാടായിരുന്നല്ലോ. അതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഭക്ഷണം ഒരുക്കിയപ്പോൾ തൊട്ട് അടുത്തുള്ള ഇടവകയിലെ ഒരു അഗതി മന്ദിരമുണ്ട്. പ്രായമായ അപ്പച്ചന്മാർ, അമ്മച്ചിമാരൊക്കെ താമസിക്കുന്ന ഒരിടം. അവർക്കുള്ള ഭക്ഷണം എത്തിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് കൊണ്ടു കൊടുക്കാനായിട്ട് ഞാൻ പോയതാ. അവരൊരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നേരത്തെ ഭക്ഷണം കഴിക്കുന്നവരാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കൊണ്ടു കൊടുക്കാനായിട്ട് പോയതാ. അതാണച്ചാ ഞാൻ വരാനായി വൈകിയത്. പ്രിയമുള്ളവരെ, ഒരു കുഞ്ഞിൻ്റെ ആദ്യ കുർബാന കൈക്കൊള്ളപ്പാടിൻ്റെ അന്ന് ഒരു സാധാരണ മനുഷ്യനായ ഒരു കുടുംബനാഥൻ ചെയ്യുന്ന ഒരു നന്മയുടെ പ്രവൃത്തി. ഇത് കരുണയൊന്നും നമ്മളിൽ നിന്നും വറ്റിപ്പോയിട്ടില്ല, കരുണയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ കരുണ നിറഞ്ഞ മനോഭാവങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് പൊടി തട്ടിയെടുക്കണം. പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും. സങ്കടപ്പെട്ടിരുന്ന ശിഷ്യന്മാരെല്ലാം പരിശുദ്ധ അമ്മ ചേർത്ത് പിടിക്കുക, ആരെയും മാറ്റി നിർത്തണില്ല. അവിടെ ഈശോയെ തള്ളിപ്പറഞ്ഞവനുണ്ട്, ഓടി ഒളിച്ചവനുണ്ട്, എല്ലാവരും ഉണ്ട്. അവരെല്ലാവരെയും ചേർത്ത് നിർത്തുക, ആരെയും മാറ്റി നിർത്തുന്നില്ല. ഈശോ എങ്ങനെ? സുവിശേഷത്തിൽ ഈശോയെ അങ്ങനെ തന്നെയല്ലേ? ആരെയും പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ രോഗിയെന്നോ ആരോഗ്യവാനെന്നോ ഒരു നോട്ടവും ഇല്ല. ചുങ്കക്കാരുടെ അടുത്തേക്ക്, പാപികളുടെ അടുത്തേക്കൊക്കെ ഇറങ്ങിച്ചെല്ലുന്നവൻ, അവരോട് കരുണ കാണിക്കുന്നവൻ. പ്രിയമുള്ളവരെ, സുവിശേഷത്തിലെ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ സഹോദര ബന്ധങ്ങളിൽ നമ്മൾ വലിയ കൃപയിൽ അഭിഷേകത്തിൽ മുന്നേറണമെന്ന്. കൂടെ വസിക്കുന്നവൻ്റെ വേദനകളും നൊമ്പരങ്ങളും ഒപ്പിയെടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം കൃപ നിറഞ്ഞതാകുന്നത്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പം നമ്മുടെ സഹോദര ബന്ധങ്ങളിൽ പ്രിയമുള്ളവരെ ഏതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥതകളുണ്ടെങ്കിൽ അത് നമ്മൾ പരിഹരിക്കണം. ആ പരിഹാരത്തിലൂടെ നമ്മളത് പരിഹരിച്ച് ദൈവകൃപയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിലും ഈ നന്മ നിറഞ്ഞ, മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്ന വലിയൊരു അഭിഷേകം. അത് വൻകാര്യങ്ങൾ ചെയ്യാനൊന്നും ഈശോ ആഗ്രഹിക്കുന്നില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. സ്നേഹമുള്ളൊരു വാക്കുമതി. സങ്കടപ്പെട്ടിരിക്കുന്ന ആളുടെ അടുത്ത് ചെന്ന്, അപ്പച്ച അല്ലെങ്കിൽ അമ്മച്ചി എന്നെ പറ്റി, ഒന്നും സാരമില്ല, ക്രമീകരിക്കപ്പെടും, ഈശോ കൂടെ ഉണ്ടല്ലോ, ഈശോ അനുഗ്രഹിക്കുമല്ലോ, ഒന്ന് ചേർത്ത് പിടിച്ചാൽ തീരാവുന്ന ഒത്തിരി സങ്കടങ്ങളേ ഉള്ളൂ. ഒന്ന് സാരമില്ലെന്ന് പറഞ്ഞാൽ ആശ്വാസം ലഭിക്കുന്ന ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. പ്രിയമുള്ളവരെ, കൂടെ വസിക്കുന്നവരുടെ സ്നേഹ സാന്നിധ്യം ഉണ്ടെങ്കിലുണ്ടല്ലോ, ജീവിതത്തിൽ നമുക്ക് മുന്നേറുവാനായിട്ട് അതൊരു കരുത്താ. 38 വർഷം തളർന്നു കിടന്ന ബെത്സേദയിലെ കുളക്കരയിലെ രോഗിയുടെ അടുത്തേക്ക് ഈശോ കടന്നു ചെല്ലുമ്പോൾ അവൻ്റെ സങ്കടം ഇതാ: കുളത്തിലെ വെള്ളമിളകുമ്പോൾ എന്നെ ഒന്ന് വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല. വിശുദ്ധ മദർ തെരേസ പറയും, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് തന്നെ സ്നേഹിക്കുവാനും തനിക്ക് സ്നേഹിക്കുവാനും ആരുമില്ലാത്ത അവസ്ഥയാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത്, സങ്കടം എന്ന് പറയുന്നത്, തന്നെ സ്നേഹിക്കാനും തനിക്ക് സ്നേഹിക്കാനും ആരുമില്ലാത്ത ഒറ്റപ്പെടലിൻ്റെ നൊമ്പര. പ്രിയമുള്ളവരെ, തമ്പുരാൻ നമ്മളെ ഈ ലോകത്തിലേക്ക്, ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് കൂടെ വസിക്കുന്നവൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടി കൂടെയാണ്. കൂടെ വസിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി കൂടെയാണ്. ദൈവസ്നേഹത്തിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നത് സഹോദരങ്ങളിലൂടെയാണ്. പരസ്നേഹത്തിലേക്ക് നമ്മുടെ കരങ്ങൾ നീളണമെന്ന് വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. 16-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലെ പട്ടിണി പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ സഹായിക്കുവാനായി ഇതാ വിശുദ്ധൻ കരങ്ങൾ നീട്ടുമ്പോൾ വിശുദ്ധനോട് ചേർന്ന് നിൽക്കുന്ന ഫ്രാൻസിലെ പ്രഭുത്വ കുടുംബങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു നന്മ, വേദനിക്കുന്ന ഒരുവൻ്റെ കൂടെ ആയിരിക്കുക, ഒന്ന് ആശ്വസിപ്പിക്കുക,
ഇത് സങ്കടപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ ഒരു 5 മിനിറ്റ് ചിലവഴിക്കുന്നത്, 10 മിനിറ്റ് ചിലവഴിക്കുന്നത് അവന് വലിയ ആശ്വാസത്തിന് കാരണമാകും. ഞാൻ ഓർക്കുന്നുണ്ട്, കുഞ്ഞുനാളിൽ വീട്ടിലായിരിക്കുമ്പോൾ ഒരു സഹായത്തിനു വേണ്ടി ഒരു പ്രായമായ ഒരമ്മ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. മമ്മി അവർക്ക്, ആ പ്രായമായ അമ്മയ്ക്ക് ഞങ്ങൾ കഴിച്ചതുപോലെയുള്ള ഭക്ഷണം കൊടുത്തു, കുടിക്കാനായി വെള്ളം കൊടുത്തു. ആ അമ്മയോട് സംസാരിച്ചുകൊണ്ട് മമ്മി ആ അമ്മയുടെ അടുത്ത് കുറച്ചു നേരം ഇരുന്നു. പ്രിയമുള്ളവരെ, ആ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഈ അമ്മ പോകാൻ തുടങ്ങുന്ന നേരത്ത് മമ്മി ഒരു ചെറിയ സഹായം എന്തോ എടുത്തുകൊണ്ട് കൊടുക്കാനായിട്ട് ഈ അമ്മയുടെ അടുത്തേക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് ചെന്നപ്പോൾ ഈ അമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്: മോളെ, എനിക്ക് പൈസയൊന്നും വേണ്ട, സ്നേഹത്തോടെ നിങ്ങൾ തന്ന ഭക്ഷണം ഉണ്ടല്ലോ, അത് വലിയ ദൈവാനുഗ്രഹമാണ്. എന്നെ നിങ്ങൾ സ്വീകരിച്ചിരുത്തിയല്ലോ, എന്നെ നിങ്ങൾ പരിഗണിച്ചല്ലോ. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെയും കണ്ണുകൾ നിറഞ്ഞു. ഈ അമ്മ പറഞ്ഞു, 4 മക്കളുണ്ട്, ഞാനിപ്പോൾ ഒറ്റയ്ക്ക, ആരുമില്ല. 4 മക്കളുണ്ട്, അവരുടെയൊക്കെ കുടുംബങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ഞാൻ ഒറ്റയ്ക്ക. പക്ഷേ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ ഒരമ്മയെപ്പോലെ കണ്ട് എന്നെ സ്നേഹിച്ചല്ലോ, എനിക്ക് പൈസയൊന്നും വേണ്ട, ഇടയ്ക്ക് ഞാൻ എപ്പോഴെങ്കിലും വരുമ്പോൾ ഇങ്ങനെ ഇച്ചിരി കഞ്ഞിയോ ഇച്ചിരി വെള്ളമോ ഒക്കെ തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും പോകുന്ന ഒരു പ്രായമുള്ള ഒരമ്മ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഇതല്ലേ, കൂടെയുള്ളവരെ സഹായിക്കണമെന്നൊക്കെ. വീട്ടിലൊക്കെ എങ്ങനെയാ, ആരെങ്കിലുമൊക്കെ സഹായത്തിന് വന്നാൽ പപ്പയും അമ്മയൊക്കെയാണ് വീട്ടിലുള്ളത്, അവർ ഞങ്ങളുടെ കൈകളിലേക്ക് പൈസ തരുന്നത്. ഒരു 5 രൂപ, ഒരു 10 രൂപ, ചുരുങ്ങിയത് എന്തുമായിക്കൊള്ളട്ടെ, അവർ ഞങ്ങളുടെ കയ്യിലേക്ക് തന്ന് ഞങ്ങളെ കൊണ്ടാണ് കൊടുപ്പിച്ചിരുന്നത്. ഞങ്ങൾ വീട്ടിലുള്ള സമയങ്ങളിൽ, കുഞ്ഞുങ്ങളായിരുന്ന കാലഘട്ടത്തിൽ. അങ്ങനെയല്ലേ കൂടെയുള്ളവരെ സ്നേഹിക്കണം, സഹായിക്കണം, പങ്കുവെക്കണം എന്നൊക്കെ പഠിപ്പിച്ച നമ്മുടെ മാതാപിതാക്കൾ. ഒരു നന്മയൊക്കെ നമ്മളിലുണ്ട്. പക്ഷേ കാലത്തിൻ്റെ വളർച്ചയിൽ, പ്രായത്തിൻ്റെ വളർച്ചയിൽ നമ്മളിൽ നിന്നും കൈമോശം വന്നു പോയിട്ടുണ്ട്. ഇതെല്ലാം ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഈ വിമല സങ്കേതം, ഈ വലിയ ആത്മീയ ശുശ്രൂഷയിലൂടെ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയും ഈശോയും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണ്: നിന്റെ ജീവിതം, നിന്റെ വാക്കുകൾ, നിന്റെ പ്രവൃത്തികൾ നിന്റെ സഹോദരങ്ങളുടെ കണ്ണുനീരൊപ്പാൻ പാകത്തിന് ദൈവകൃപയാൽ നിറയപ്പെടണം. നന്മ നിറഞ്ഞ ഒരു മനസ്സുണ്ടാകണം, ആർദ്രതയുള്ളത്. ഇത്രേ ഉള്ളൂ, അലിവുള്ള ഒരു മനസ്സ്. സുശേഷത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ഈശോയ്ക്ക് അവരെ കണ്ടപ്പോൾ അനുകമ്പ തോന്നി. ഇത്രേ ഉള്ളൂ, ഈശോയ്ക്ക് അവരെ കണ്ടപ്പോൾ അനുകമ്പ തോന്നി. കൂടെയുള്ളവരുടെ ജീവിതത്തിലേക്ക് ആർദ്രതയോടെ, സ്നേഹത്തോടെ, അനുകമ്പയോടെയൊക്കെ നോക്കുവാനും അവരെയൊക്കെ ഒന്ന് പരിഗണിക്കുവാനും കൂടെയായിരിക്കുവാനും ഒരു അല്പനിമിഷങ്ങൾ നമ്മുടെ സമയങ്ങളാകാം, ചിലപ്പോൾ സാധിക്കുന്ന ചില നന്മകളാകാം, സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ളവർക്ക് അങ്ങനെയാകാം. ഏതുമായിക്കൊള്ളട്ടെ, വിധവയുടെ കൊച്ചു കാണിക്കയെ തമ്പുരാൻ സ്വീകരിച്ചത് അവരുടെ ഹൃദയത്തിൻ്റെ തുറവി കണ്ടിട്ടാണ്. കൂടെയുള്ളവരെ സഹായിക്കുന്ന നന്മ നിറഞ്ഞ ഒരു ജീവിതം, അതിനെന്നെ തടസ്സപ്പെടുത്തുന്ന എന്നിലെ അഹങ്കാരം, സ്വാർത്ഥത, ഞാനെന്ന ചിന്ത, സഹോദര ബന്ധത്തെ തകർത്ത് കളയുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെ, ലോകാരൂപിയെ, ഈശോയെ എന്നിൽ നിന്നും എടുത്തു മാറ്റി വിശുദ്ധിയുള്ള ഒരു ഹൃദയം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവർക്കും നന്മ ചെയ്യുവാൻ പാകത്തിന് എൻ്റെ ഹൃദയത്തെ നീ ഒരുക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം ഒന്ന് കരങ്ങൾ കൊപ്പി കണ്ണുകൾ അടയ്ക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവികാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളാണിത്. നമ്മുടെ സഹോദരങ്ങളെ സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ജ്യേഷ്ഠ സഹോദരങ്ങൾ, ഇളയ സഹോദരങ്ങളൊക്കെ ഉണ്ടാകാം. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സഹോദരങ്ങളെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി സഹോദര ബന്ധത്തിൽ ഏതെങ്കിലും വിള്ളലുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റുവാനായി ഈശോയെ അനുഗ്രഹിക്കണമേ. അതിനെല്ലാം ഉപരി ഈശോയെ നല്ലൊരു സഹോദരനാകുവാൻ, നല്ലൊരു കൂടപ്പിറപ്പാകുവാൻ, നല്ലൊരു അയൽക്കാരനാകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ആത്മീയ ശുശ്രൂഷയിൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്
നമ്മുടെ സഹോദരങ്ങളെയൊക്കെ ഒന്ന് സാധിക്കുവാണെങ്കിൽ ഒന്ന് ഫോണൊക്കെ വിളിച്ച് അവരോടൊക്കെ ഒന്ന് സംസാരിക്കുക. ഈ ശുശ്രൂഷയെക്കുറിച്ച് അവരോടൊക്കെ ഒന്ന് പറയുക. ബന്ധങ്ങളിൽ ഏതെങ്കിലുമൊക്കെ വിള്ളലുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വിളക്കി ചേർക്കാനൊക്കെ ആയിട്ട് അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ ഒന്ന് വിളിക്കുന്നു, അവരെ ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ സൗഹൃദങ്ങൾ, സ്നേഹബന്ധങ്ങൾ പുതുക്കുന്നു. അതിനുള്ള കൃപ നമുക്ക് യാചിച്ചുകൊണ്ട് ഈ 5-ാം ദിനത്തിലെ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് ഭക്തിയോടെ പ്രവേശിക്കാം. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴും ഈശോയ്ക്ക്. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴും ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയാ ഹല്ലേലൂയാ. പ്രാർത്ഥനയോടെ നമ്മെ അനുഗ്രഹിക്കുവാൻ എഴുന്നള്ളിയിരിക്കുന്ന ദിവികാരണീശോയെ നമുക്കൊന്ന് നോക്കാം. ഉള്ളൊന്ന് തുറന്നാൽ ഉള്ളിൽ വസിക്കുവാനായി ആഗ്രഹത്തോടെ നമ്മുടെ ഒപ്പമായിരിക്കുന്ന ഈശോ വചനത്തിൽ പറയുന്നില്ലേ, ഞാനിതാ ഹൃദയവാതിൽ മുട്ടി വിളിക്കുന്നു, ആരെങ്കിലും തുറന്നു തന്നാൽ ഞാൻ അതിനുള്ളിൽ പ്രവേശിക്കും, അവരോടൊത്ത് ഞാൻ ഭക്ഷിക്കും. ഇതാ നമ്മുടെ ഹൃദയവാതിൽ ഈശോയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ ഈശോ നമ്മിലേക്ക് എഴുന്നള്ളി വരും, നമ്മുടെ ഒപ്പം, നമ്മുടെ കൂടെ നമ്മെ അനുഗ്രഹിക്കുവാൻ നാം ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക് ഈശോ കടന്നു വരും. അതിനായി നമ്മുടെ ഹൃദയവാതിൽ തുറന്നു കൊടുത്ത് നമുക്ക് ചേർന്ന് പാടാം. ഉള്ളൊന്ന് തുറന്നാൽ ഉള്ളിൽ വസിക്കാം. ഉള്ളൊന്നു തുറന്നാൽ ഉള്ളിൽ വസിക്കാൻ ആത്മവാതിലിൽ വന്നു മുട്ടുന്ന പ്രാർത്ഥനയോടെ ഈശോയെ നോക്കിക്കേ. ഉള്ളൊന്നു തുറന്നാൽ ഉള്ളിൽ വസിക്കാൻ ആത്മവാതിലിൽ വന്നു മുട്ടുന്ന നേരം. ഉള്ളൊന്നു തുറന്നാൽ ഉള്ളിൽ വസിക്കാൻ ആത്മവാതിലിൽ വന്നു മുട്ടുന്ന പ്രാർത്ഥനയോടെ ഉള്ളൊന്നു തുറന്നാൽ ഉള്ളിൽ വസിക്കാൻ ആത്മവാതിലിൽ വന്നു മുട്ടുന്ന നേരം. ആ ദിവ്യസ്വരം കേട്ട ആത്മഹർഷത്തോടെ എൻ പൊന്നീശോയെ ഞാൻ സ്വീകരിക്കാം. ആ ദിവ്യസ്വരം കേട്ട ആത്മഹർഷത്തോടെ എൻ പൊന്നീശോയെ ഞാൻ സ്വീകരിക്കാം. എല്ലാവരും ചേർന്ന് പാടട്ടെ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്ന് പാടും ആരാധന ഒരിക്കൽ കൂടി ആരാധനയുടെ പൊൻചിറകിൽ ആരാധനയുടെ പൊൻചിറകിൽ ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. സദാ മാലാഖമാർ ചേർന്നു പാടും ആരാധന 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 ആരാധന. ആരാധനയുടെ അഭിഷേകം നിറയുന്ന ഈ നിമിഷങ്ങളിൽ
നമ്മെ തൊട്ടനുഗ്രഹിക്കുന്ന പൊന്നു തമ്പുരാൻ. തമ്പുരാനെ ഹൃദയത്തിൽ ആരാധിക്കാം, നമുക്ക് സ്തുതിക്കാം, നന്ദി പറയാം. ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ശിരസൊന്ന് കുമ്പിട്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങളെ ഈ ദിനങ്ങളിലെ ശുശ്രൂഷകളിലൂടെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ശാന്തമായി സ്വസ്ഥമായി ഈശോയുടെ സന്നിധിയിൽ നമുക്കായിരിക്കാം. സാധിക്കുമെങ്കിൽ കരങ്ങളൊക്കെ ഒന്ന് മടിയിൽ തുറന്നു വെച്ച് ഈശോയെ ഒന്ന് നോക്കിക്കേ. പ്രിയമുള്ളവരെ, നാം എത്ര പാപികളാണെങ്കിലും നമ്മെ ഒത്തിരി സ്നേഹിക്കുന്ന ദൈവം, പാപിയെ സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തെ ഈ ദിവസങ്ങളിലൂടെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹൃദയത്തിൽ ഈശോയെ ഈ ദിനങ്ങളിലെ ശുശ്രൂഷകളിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തിയില്ലേ, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഈശോയെ, അങ്ങ് ഭൂമിയിലേക്ക് വന്നത് ഈ സ്നേഹത്തിൻ്റെ ദൂതമായിട്ടാണല്ലോ. ഞങ്ങളുടെ കൂടെയുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. നിന്റെ ദിവ്യ സ്നേഹത്താൽ നാഥ ഞങ്ങളെ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളെ സമർപ്പിക്കുക. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച ഈശോയെ, നിന്റെ സഹോദരൻ എവിടെയെന്ന് കായനോട് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന മറുചോദ്യം. കർത്താവേ, അങ്ങനെയല്ലല്ലോ ഞങ്ങൾ പറയേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ സ്നേഹിതനാകുവാൻ എൻ്റെ ഒരു വാക്കുകൊണ്ട്, ഒരു സാന്നിധ്യം കൊണ്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ സുവിശേഷത്തിലെ ഈശോയെ നീ കാണിച്ചു തന്നതും അതാണല്ലോ. ആരെയും തള്ളിക്കളഞ്ഞിട്ടില്ല, ആരെയും മാറ്റി നിർത്തിയില്ല. എല്ലാവരെയും ചേർത്തു പിടിച്ച സ്നേഹമാണല്ലോ എൻ്റെ പൊന്നു തമ്പുരാനെ. എൻ്റെ കൂടെ വസിക്കുന്നവരെ സ്നേഹിക്കുവാനായിട്ട്, ഒരു നല്ല വാക്ക് പറയുവാനായിട്ട്, ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുവാനായിട്ട്. ആരാണ് ഒരു നല്ല സ്നേഹിതൻ അല്ലെങ്കിൽ ഒരു നല്ല അയൽക്കാരൻ എന്ന ചോദ്യത്തിന് ഈശോയെ നീ പറഞ്ഞ ഉത്തരം അവനോട് കരുണ കാണിച്ചവനെന്നല്ലേ. കരുണ കാണിക്കുവാൻ നിങ്ങൾ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഇടതുകരം ഹൃദയത്തോട് ചേർത്ത് വലതുകരം ദിവികാരനെ ഈശോയിലേക്കൊന്ന് നെട്ടിപ്പിടിച്ച് നമുക്ക് നെറ്റിച്ചൊല്ലി പ്രാർത്ഥിക്കാം. നമ്മളെ അനുഗ്രഹിക്കുന്ന ഈശോയുടെ സന്നിധിയിലേക്ക് ആ വലതുകരം ഒന്ന് കർത്താവെ നീട്ടിപ്പിടിച്ച് എൻ്റെ കരത്തെ നീ വിശുദ്ധീകരിക്കണമേ. കൂടെയുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് കൃപ നൽകണം എന്നുള്ള ആഗ്രഹത്തോടെ ഒന്ന് നീട്ടിപ്പിടിച്ച് വലതുകരം ഈശോയിലേക്ക് ഒന്ന് നീട്ടിപ്പിടിച്ച് ഇടതുകരം ഹൃദയത്തോട് ചേർത്ത് വെച്ച് നെറ്റിച്ചൊല്ലി പ്രാർത്ഥിച്ച് ദിവികാരുണ്യ ഈശോയെ, എല്ലാവരും സ്വരമുയർത്തി എന്ന് പ്രാർത്ഥിച്ച് ഈശോയെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചേ. ദിവികാരുണ്യ ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിനങ്ങളിലെ ശുശ്രൂഷയിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദിവികാരുണ്യ ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, കൂടെയുള്ളവരെ സ്നേഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറ്റുള്ളവരുടെ കുറവുകളെ, വീഴ്ചകളെ പരിഗണിക്കാതെ അവരെ മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൂടെ വസിക്കുന്നവരോട്
വസിക്കുന്നവരോട് കരുണ കാണിക്കുവാൻ കരുണ കാണിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് അരുളി ചെയ്ത ഈശോയെ, സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. വെറുപ്പ്, പക, വിദ്വേഷം, സ്വാർത്ഥ ചിന്ത എന്നിവ എടുത്തുമാറ്റി സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കുപ്പിപ്പിടിച്ച് ഈശോയെ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ സ്നേഹത്താൽ നമ്മൾ നിറയപ്പെടും. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുമ്പോൾ കൂടെ വസിക്കുന്നവരെ മനസ്സിലാക്കുവാൻ, സ്നേഹത്തോടെ, കരുണയോടെ, ആർദ്രതയോടെ മറ്റുള്ളവരോട് പെരുമാറുവാൻ, പങ്കുവെപ്പിൻ്റെ ഒരു മനോഭാവം, അതാ കൂട്ടായ്മയുടെ അഭിഷേകം, ഐക്യത്തിൻ്റെ നിറവ് നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവ. കരങ്ങളൊന്ന് മടിയിൽ തുറന്ന് വെച്ച് ഈശോയെ, അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സ്നേഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ, കൂടെ ഒപ്പമായിരിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ആത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് ഈ ഗാനത്തിൻ്റെ വരികളോട് ചേർന്ന്, ഓ പാവനാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, നിൻ്റെ ദിവ്യശക്തിയെ ഞങ്ങളിലേക്ക് അയക്കണമേ, ഞങ്ങളെ നീ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ, സ്നേഹിക്കാനുള്ള കൃപ നൽകണമേ. ആഗ്രഹത്തോടെ ഈശോയുടെ സന്നിധിയിൽ നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധിയുടെ കൃത്യം ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധിയുടെ കൃത്യം ഇന്നു നീ നിറയ്ക്കണേ. ആഗ്രഹത്തോടെ ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധിയുടെ കൃത്യം ഇന്നു നീ നിറയ്ക്കണേ. എല്ലാവരും ചേർന്ന് പാടിക്കേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധിയുടെ കൃത്യം ഇന്നു നീ നിറയ്ക്കണേ. ഇരുകരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഈശോയെ, ഞങ്ങളുടെ വിമല സങ്കേത ശുശ്രൂഷയുടെ 5-ാം ദിനത്തിൽ ഞങ്ങൾ അഭിഷേക നിറവിൻ്റെ ആരാധനയിലായിരിക്കുമ്പോൾ ഈ 5-ാം ദിനത്തിൽ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കുകയാണ്. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെ സ്നേഹിക്കുവാൻ, നിന്റെ സ്വർഗദീപ്തി, സ്വർഗ ചൈതന്യം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നായിരിക്കുന്നത് പോലെ ആ സ്നേഹത്തിൻ്റെ നിറവ്, ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത, ഒരൈക്യം നൽകി ഞങ്ങളുടെ ബന്ധങ്ങളെ നീ ദൃഢപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ സഹോദര ബന്ധങ്ങളെ, പരസ്പരമുള്ള സ്നേഹബന്ധത്തെ തകർക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും പ്രത്യേകമായി ഞങ്ങൾക്ക് മോചനം നൽകണമേ, വിടുതൽ നൽകണമേ. 5-ാം ദിനത്തിൽ ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ ഈ ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ആഗ്രഹത്തോടെ ചേർന്ന് പാടട്ടെ, പ്രാർത്ഥിക്കട്ടെ. ഓ സ്വർഗ ജ്യോതിസേ എന്നാത്മാവിൽ തെളിയണമേ. ഓ സ്വർഗ ജ്യോതിസേ എന്നാത്മാവിൽ തെളിയണമേ. ഒരിക്കൽ കൂടി പാടട്ടെ. ഓ സ്വർഗ ജ്യോതിസേ എന്നാത്മാവിൽ തെളിയണമേ. ഓ സ്വർഗ ജ്യോതിസേ എന്നാത്മാവിൽ തെളിയണമേ. എന്നുടെ ചിന്താ ചെയ്തികളെല്ലാം നിന്നുടെ കൃപയാൽ നയിക്കണമേ. എന്നോട് ചിന്ത ചെയ്തികളെല്ലാം നിന്നോട് കൃപയാൽ നയിക്കണമേ. ഇരുകരങ്ങളെ നീട്ടി. എന്നുടെ ചിന്താ ചെയ്തികളെല്ലാം നിന്നുടെ കൃപയാൽ നയിക്കണമേ. എന്നോട് ചിന്ത
എല്ലാവരും പഠിക്കേ. പറന്നിറങ്ങിയിടണേ നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ ഒരിക്കൽ കൂടി. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ. ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഒരിക്കൽ കൂടി. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകൾ തുറന്ന് അൽത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നോക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 40-ാം തിരുവചനം, എൻ്റെ ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ അതെനിക്ക് തന്നെയാണ് നീ ചെയ്തത്. എൻ്റെ കൂടെ വസിക്കുന്നവന് ഒരു നന്മ ചെയ്തപ്പോൾ അത് ഈശോയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത്, ഈശോയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു ബോധ്യം നൽകി കൂടെയുള്ളവരെ സ്നേഹിക്കാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണേ, ശക്തിപ്പെടുത്തണേ എന്ന് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിച്ചേ. നമ്മുടെ കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ ഒരു നിമിഷം ഒന്ന് ഓർത്തേ. ഭവനങ്ങളിൽ നിന്നും വിദൂരങ്ങളിൽ മറ്റിടങ്ങളിലായിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ടെങ്കിൽ അവരെ ഒന്ന് സമർപ്പിച്ചേ, പ്രാർത്ഥിച്ചേ. കുടുംബം പരസ്പര സ്നേഹത്തിൽ സഹോദരങ്ങളോട് എല്ലാവരോടും ഒരുമിച്ച് മുന്നേറുവാൻ കൃപയറണമേ എന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ അയൽപക്ക ബന്ധങ്ങളിൽ എന്തെങ്കിലും വിള്ളലുകൾ ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റണമേ. തിന്മയുടെ സ്വാധീനം ഞങ്ങളുടെ ബന്ധങ്ങളുടെ മേഖലയെ തകർക്കാനായിട്ട് ഈശോയെ അനുവദിക്കരുതേ. പ്രാർത്ഥിച്ചേ. കരങ്ങൾ കൂപ്പി ഈശോയെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന നിയോഗങ്ങളെ നമുക്ക് മനസ്സിലോർക്കാം. ഈ ദിനങ്ങളിൽ ഒത്തിരി പ്രാർത്ഥന നിയോഗങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് അനേകർ അയച്ചു തരുന്നുണ്ട്. കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ അയക്കപ്പെട്ട എല്ലാ നിയോഗങ്ങളെയും എൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. ഒരുപക്ഷെ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളും ഇങ്ങോട്ട് നിയോഗം അയച്ചിട്ടുണ്ട്. ആ നിയോഗങ്ങളെല്ലാം ദിവികാരുണ്യ ആരാധനയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ നിയോഗങ്ങൾ അയക്കാനായിട്ട് വിട്ടുപോയി, നിങ്ങൾക്ക് ഈ ശുശ്രൂഷ കഴിയുമ്പോൾ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാം. ശാലോം കൂട്ടായ്മ നിങ്ങൾക്കായി മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ദിവികാരുണ്യ ആരാധനയിൽ നമ്മൾ ആ നിയോഗങ്ങൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വലിയ കൃപയാൽ നിറയ്ക്കുന്ന 33 ദിനങ്ങൾ. പ്രിയമുള്ളവർ ഓർക്കണം കേട്ടോ, ഇത് വെറുമൊരു ശുശ്രൂഷയല്ല, വലിയ അഭിഷേകം നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങുന്ന കർത്താവിൻ്റെ വലിയ കൃപയുള്ളൊരു ശുശ്രൂഷയാണ്. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ നമുക്കും ഇടമുണ്ട്. അമ്മയോട് ചേർന്നിരുന്നാൽ അമ്മ ഈശോയുടെ ദിവ്യ ഹൃദയത്തിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കും. ഉറപ്പാ ഒരു ബോധ്യത്തിൽ, വിശ്വാസത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈശോയെ, അമ്മ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളിലും നിൻ്റെ അനുഗ്രഹം നീ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ നിയോഗങ്ങളിൽ ഏതാനും നിയോഗങ്ങൾ അച്ഛനെന്ന് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. വിദേശത്ത് പോയി ജോലിക്ക് വേണ്ടി പോയി ജോലി കിട്ടാതെ സങ്കടപ്പെടുന്ന ഏതാനും നിയോഗം. കർത്താവേ, പ്രത്യേകിച്ച് ജോലിക്ക് വേണ്ടി വിദേശങ്ങളിൽ പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പ്രതീക്ഷിച്ച് ജോലി കിട്ടിയില്ല, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം കണ്ണുകളടച്ച് അവരെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഇന്ന ദേശത്ത് ഇന്ന ജോലി ചെയ്യുന്ന എൻ്റെ കുടുംബത്തിലെ എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, ഭർത്താവിനെ, ഭാര്യയെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചേ. ദൈവമേ, നിന്റെ ദൂതരെ അയച്ച് അവർക്ക് സംരക്ഷണം കൊടുക്കണമേ, വലിയ സംരക്ഷണം കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, നീല മേലങ്കിയാൽ അവരെ പൊതിയണമേ എന്ന് പ്രാർത്ഥിച്ചേ. ഒപ്പം നിങ്ങളുടെ ഏതെങ്കിലും കുടുംബങ്ങളിൽ നിന്ന് വിദേശത്ത് ജോലിക്ക് പോയി ജോലി കിട്ടിയിട്ടില്ല, വലിയ സങ്കടം. ആ പ്രിയപ്പെട്ടവരെ ഒന്ന് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ജോലി മേഖലയിലെ എല്ലാ തടസ്സങ്ങളും, ലൂക്ക 1:37 വചനം, ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എല്ലാ തടസ്സങ്ങളെയും എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീട് നിർമ്മിക്കുവാനായിട്ട് സ്വന്തമായൊരു ഭവനമില്ല, വീട് നിർമ്മിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന കർത്താവേ, എനിക്കറിയാമല്ലോ ഭൗതികമായിട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ജീവിക്കുവാനായിട്ട് നല്ലൊരു ഭവനം,
ഭവനമില്ലാതെ സങ്കടപ്പെടുന്നവരെ സമർപ്പിക്കുന്ന കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാന വ്യർത്ഥമാണ്. ഭവന നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ മാറ്റണം. ഇപ്പോൾ ഭവനപണി ആരംഭിച്ചു, ചിലരുണ്ട് ഭവനപണി ആരംഭിച്ചു പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ. ആ കുടുംബങ്ങളെ കൂടെ നിൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ആശീർവദിക്കണേ, അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി മറ്റൊരു പ്രാർത്ഥനാ നിയോഗം, വാഹന അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലായിരിക്കുന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ആശുപത്രികളിലും വീടുകളിലും ഒക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊരു അസ്വസ്ഥത, ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. പ്രത്യേകിച്ച് നമ്മൾ പേപ്പർ എടുത്ത് നോക്കി ഒത്തിരി വാഹനാപകടങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഒത്തിരി വാർത്തകൾ കാണുന്നുണ്ട്. ഈശോയെ, യാത്രയിൽ നീ സംരക്ഷണം നൽകണമേ. വാഹനം ഓടിക്കുന്നവരെ, നിയന്ത്രിക്കുന്നവരെ, എതിരെ വരുന്ന വാഹനങ്ങളെല്ലാം സമർപ്പിക്കുന്നു, റോഡെല്ലാം സമർപ്പിക്കുന്നു. കർത്താവെ, വലിയ സംരക്ഷണം, യാത്രയിൽ നിൻ്റെ വലിയ സംരക്ഷണം എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വലിയൊരു പ്രാർത്ഥനാ നിയോഗമാണ് അച്ഛനിവിടെ കിട്ടി. ആ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, അത് പൊതുവായിട്ട് സമർപ്പിക്കുക. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ പാടി പ്രാർത്ഥിച്ചും അത് തന്നെയാണ്. ആത്മാവിനാൽ നമ്മളങ്ങ് നിറയുമ്പോൾ ഉണ്ടല്ലോ വലിയൊരു അഭിഷേകം ഉണ്ടാവും. ഈ ശുശ്രൂഷ നമ്മളെ നയിക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്കാണ്. ഈ ദിനങ്ങളിലെ ശുശ്രൂഷകൾ നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവ്. ദൈവ മക്കളുടെ സ്ഥാനത്തേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കുന്നത് പരിശുദ്ധാത്മാവ്. ആത്മാവിനെ നമ്മൾ നിറയപ്പെടുവാൻ സ്ലീഹന്മാരെ ചേർത്ത് വെച്ച പരിശുദ്ധ അമ്മ, ഭയത്തോടെ ആകുലതയോടെ ആയിരുന്ന സ്ലീഹന്മാരെ എല്ലാവരെയും ചേർത്ത് വെച്ച് പന്തക്കുസ്തിക്ക് ഒരുക്കിയ പരിശുദ്ധ അമ്മേ, ഞങ്ങളെ അങ്ങ് ചേർത്ത് പിടിച്ച് ആത്മാവിൻ്റെ നിറവിലേക്ക്, ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേകത്തിലേക്ക്, ഈശോയുടെ കൃപകളിലേക്ക് ഞങ്ങളെ ചേർത്ത് വെക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് അമ്മ വഴി ഈ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. അമ്മയുടെ പ്രിയ മക്കളെ ഈശോയിലേക്ക് അമ്മ ചേർക്കണമേ. ആഗ്രഹത്തോടെ കരങ്ങളൊന്ന് കുപ്പിപ്പിടിച്ച് പരിശുദ്ധ അമ്മ വഴി നമ്മുടെ കുടുംബങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈ ഗാനത്തിൻ്റെ വരികൾ ഒന്ന് പാടി നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ അനുഗ്രഹങ്ങൾക്കായിട്ട് നമുക്കൊരുങ്ങാം. അമ്മേ അമ്മേ മാമരി, എന്നീശോയാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. അമ്മയോട് പാടി പ്രാർത്ഥിച്ച് അമ്മേ അമ്മേ മാമരി, എന്നീശോയാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. കരങ്ങൾ കൂപ്പി മുട്ടിന്മേലായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ നിനക്കൊരിടമുണ്ട് കേട്ടോ. ആ ഹൃദയത്തിലേക്ക് നിന്നെ നീ ചേർത്ത് വെച്ചാൽ പരിശുദ്ധ അമ്മ നിന്നെ ഈശോയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കും, ഉറപ്പാ. അമ്മേ, ഈശോയുടെ പക്കൽ നിന്ന് എൻ്റെ കുടുംബത്തിന് ആവശ്യമായ കൃപകൾ, അനുഗ്രഹങ്ങൾ അമ്മ വാങ്ങിത്തരണമേ. എൻ ശാന്തനത്തിലെ ശുശ്രൂഷയുടെ അവസാന നിമിഷത്തിൽ ഈശോയുടെ കൃപകളും അനുഗ്രഹങ്ങളും എന്നിലേക്ക് ചൊരിയുവാൻ അമ്മേ എനിക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ. പ്രാർത്ഥനയോടെ പൊന്നുതമ്പുരാൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരേ.
നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നിയോഗം: നമ്മുടെ സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി വിമല സങ്കേതം എന്ന് ടൈപ്പ് ചെയ്ത് നിയോഗത്തോടുകൂടി 9605818881 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക.